അസ്സലാമു അലൈക്കും. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവരും എൻ്റെ കഥകളൊക്കെ കേൾക്കാറില്ലേ? നിങ്ങൾ നല്ലോണം സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾ നടന്നത് ഷാഫി പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിലായിരുന്നു. മഹറും നിക്കാഹിൻ്റെ ദിവസവും പറഞ്ഞുറപ്പിച്ചാണ് അമ്മോൻ പിന്നീട് വീട്ടിലേക്ക് വന്നത്. അമ്മോൻ പറഞ്ഞു, എല്ലാ കാര്യങ്ങളും ഞാൻ സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. അവർക്ക് നിന്നെ നല്ലോണം ബോധിച്ചത് കൊണ്ട് നമ്മൾ പറയുന്ന പോലെ കാര്യങ്ങൾ നടത്താൻ റെഡിയാണെന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി. നീ കൊടുക്കുന്ന മഹർ അത് എന്താണെങ്കിലും കുട്ടിക്ക് സമ്മതമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നിക്കാഹിനുള്ള ഒരുക്കങ്ങളും വേഗത്തിൽ നടന്നുകൊണ്ടിരുന്നു. നാട്ടിലുള്ള അറിയാവുന്ന എല്ലാവരെയും കൂട്ടിയാണ് നിക്കാഹിനിറങ്ങുന്നത്. ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റാൻ കെൽപ്പുള്ള ഈ നിമിഷങ്ങൾക്ക് തുടക്കമിടാൻ പോകുന്നത് അറിയാതെയായിരിക്കും മിക്ക ആളുകളും നിക്കാഹിൻ്റെ ദിവസം അണിഞ്ഞൊരുങ്ങിയിറങ്ങുക. ഫെബിനയുടെ മഹല്ല് പള്ളിയിലെത്തി അധികം താമസിച്ചില്ല. നിക്കാഹിൻ്റെ കുത്തുബ തുടങ്ങി. മഹർ നൽകാനായി ഫെബിനയുടെ ഉപ്പായുടെ കരങ്ങൾ പിടിച്ചപ്പോൾ കൈകൾ വിറച്ചതുപോലെ അനുഭവപ്പെട്ടത് ഷാഫി അറിഞ്ഞെങ്കിലും ഉള്ളിലുള്ള ബേജാറ് കൊണ്ടാണെന്ന് മനസ്സ് ഓതിക്കൊടുത്തു. നിക്കാഹ് കഴിഞ്ഞ ഉടനെ പള്ളിയിൽ നിന്നും ഇറങ്ങുമ്പോഴാണ് അവൾ ഫോണിലേക്ക് വിളിച്ച്, എവിടെ? വീട്ടിലേക്ക് വരുമ്പോൾ എന്നെ വിളിക്കണം, ഇനിയിപ്പോൾ സംസാരിക്കുന്നത് കൊണ്ടും ഒന്നുമില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചത്. ഇത് കേട്ട് ഷാഫി പറഞ്ഞു, കൂടെ ആളുകളൊക്കെ ഉണ്ട്, സംസാരിക്കാൻ സമയമുണ്ടല്ലോ, ഞാനേ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. അവളുടെ വീട്ടിൽ പോയെങ്കിലും തിരക്കിനിടയിൽ അവളെ വിളിക്കാൻ മറന്ന ഷാഫി വീട്ടിലേക്കുള്ള യാത്രക്കിടയിലാണ് അവളോട് വിളിക്കാമെന്ന് പറഞ്ഞത് ഓർമ്മ വരുന്നത്. വീട്ടിലെത്തിയ ഉടനെ അവളെ വിളിച്ചതും അവൾ ഫോൺ അറ്റൻഡ് ചെയ്തില്ല. അല്പം കഴിഞ്ഞ് വീണ്ടും വിളിച്ചപ്പോൾ ഫോൺ എടുത്ത് സംസാരിക്കാൻ നിൽക്കാതെ കട്ട് ചെയ്തു. എന്തെങ്കിലും ബിസി ആയിരിക്കുമെന്ന് കരുതി പിന്നീട് വിളിച്ചില്ല. പിറ്റേന്ന് ഉച്ചയോടെയാണ് അവൾ സലാം പറഞ്ഞ് മെസ്സേജ് അയക്കുന്നത്. അത് കണ്ടതും അവൾക്ക് ഫോൺ വിളിച്ചു. എന്താ ഫോൺ എടുക്കാത്തത് എന്ന് അവൻ ചോദിച്ചു. പറഞ്ഞ വാക്കിന് വിലയില്ലാത്തവരോട് എന്തിനാ സംസാരിക്കാൻ നിൽക്കുന്നത് എന്നവൾ പറഞ്ഞു. ഇത് കേട്ട് ഷാഫി പറഞ്ഞു, നിന്റെ വീടിനകത്തേക്ക് കയറാൻ പറ്റിയില്ല, ആളുകൾ ഒരുപാടായിരുന്നല്ലോ അവിടെ, പിന്നെ തിരക്കിനിടയിൽ മറന്നതാ, ക്ഷമിക്ക്. മറക്കും, ഇപ്പം തന്നെ ഇങ്ങനെ ആയാൽ കുറച്ച് കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? എപ്പോഴും തിരക്കുള്ള ഒരാളല്ല ഞാൻ, ആ സമയത്ത് സത്യത്തിൽ മറന്നതാണ്. എല്ലാവരും കൂടി ആയപ്പോൾ ശ്രദ്ധ വിട്ടു. പിന്നീട് വണ്ടിയിൽ കയറി ഇങ്ങോട്ട് തിരിച്ചപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ എന്നെ വിളിക്കുകയും ചെയ്തല്ലോ, അപ്പോൾ നീ എന്താ കോൾ എടുക്കാൻ? ഞാനൊന്നും പറയുന്നില്ല, എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടെ ഉണ്ടായിരുന്നു, അവർക്കൊക്കെ പരിചയപ്പെടാൻ വേണ്ടിയാണ് വിളിക്കാൻ പറഞ്ഞത്. നിങ്ങൾ വീട്ടിൽ വന്നതുപോലും ഞാൻ അറിഞ്ഞില്ല, അവരുടെ ഇടയിലും ഞാൻ നാണം കിട്ടു എന്നും പറഞ്ഞ് അവൾ കൂടുതലൊന്നും സംസാരിക്കാതെ ഫോൺ വെച്ചു. ഷാഫി തൻ്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചതുകൊണ്ട് അവളുടെ പ്രതികരണ ശൈലിയിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ നിന്നില്ല. വിവാഹത്തിൻ്റെ ഡേറ്റ് ഉറപ്പിച്ചത് കൂടുതൽ വൈകിപ്പിക്കാതെയാണ്. ഷാഫി ഗൾഫിലുള്ള ഉപ്പയുടെ ഷോപ്പുകൾ നോക്കി നടത്തി വരുന്നതിൽ ഇടയ്ക്കൊന്ന് പോയി വരേണ്ടത് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഉറപ്പിക്കാൻ തീരുമാനിച്ചത്. പോയി വരുമ്പോഴേക്കും വീണ്ടും സമയം വൈകും. മാത്രമല്ല ആരെങ്കിലും മുടക്കിയാലോ എന്ന് ഉമ്മാക്ക് പേടിയും. എന്തൊക്കെ ചെയ്യണമെന്ന് മനസ്സിലുണ്ടായിരുന്നെങ്കിലും ഒന്നും പറയാനാവാതെ വീട്ടുകാരുടെ വാക്കുകൾ കേട്ടപ്പോൾ ഷാഫിയും പെട്ടെന്നാക്കാൻ സമ്മതിക്കുകയായിരുന്നു. വിവാഹവും മറ്റുമെല്ലാം ഷാഫി ആഗ്രഹിച്ച പോലെ തന്നെയാണ് നടന്നത്. ആർഭാടങ്ങളൊന്നുമില്ലാതെയാണ് ഷാഫിയുടെ വീട്ടിൽ ചടങ്ങുകൾ നടന്നതെങ്കിലും കല്യാണ ദിവസം അവളുടെ വീട്ടിലേക്ക് ഫ്രണ്ട്സിനോടൊപ്പം വണ്ടിയിൽ നിന്ന് ഇറങ്ങി പന്തലിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ വീട്ടിൽ വിവാഹത്തിലേ നടന്ന ഗാനമേളയുടെയും മറ്റുള്ള പ്രോഗ്രാമിൻ്റെയും സാധനങ്ങളും മറ്റും നോക്കിക്കൊണ്ടാണ് ഷാഫി തനിക്കായി ഒരുക്കിയ സോഫയിലേക്ക് ചെന്നിരുന്നത്. ഫോട്ടോ എടുക്കലും അവളുടെ ഒരുക്കങ്ങളും എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരികെ എത്തിയപ്പോഴേക്കും നേരം ഒരുപാടായിരുന്നു. പെങ്ങന്മാരുടെയും ജ്യേഷ്ഠന്മാരുടെയും കുട്ടികൾ ഗേറ്റിനരികിൽ പൂക്കളുമായി സ്വീകരിക്കാൻ നിന്നത് ഷാഫി സന്തോഷത്തോടെ നോക്കുമ്പോൾ അടുത്തു നിൽക്കുന്ന ഫെബിന പതുക്കെ ചോദിച്ചു, ഇതും വേണ്ടിയിരുന്നില്ല അല്ലേ? അവൾ എങ്ങനെ പറഞ്ഞത്? അവൾ ഇവിടെ എന്തൊക്കെയോ അവളെ സ്വീകരിക്കാൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചത് കാണാനത്തിലുള്ള പരിഭവമാണെന്ന് മനസ്സിലാക്കിയ ഷാഫി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ അറിഞ്ഞിരുന്നില്ല ഇതൊക്കെ ഇവിടെ ഒരുക്കുമെന്ന്. അറിഞ്ഞിരുന്നെങ്കിൽ നിൻ്റെ ആഗ്രഹം ഞാൻ നടത്തി തരുമായിരുന്നു കേട്ടോ. എന്ത് പറഞ്ഞാലും കട്ടക്ക് മറുപടി തരുന്ന ഷാഫിയുടെ സ്വഭാവം അവൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പോലും ഷാഫി നോക്കുന്നില്ലായിരുന്നു. കാരണം ഷാഫി അങ്ങനെ ഒരാളായിരുന്നു. ഇങ്ങോട്ട് എങ്ങനെയാണോ ആളുകൾ പെരുമാറുന്നത് അതിൻ്റെ ഇരട്ടി അങ്ങോട്ട് നൽകും. സ്നേഹമാണെങ്കിലും പരിഗണന ആണെങ്കിലും ഇനിയിപ്പോൾ അത് വെറുപ്പാണെങ്കിലും
എല്ലാം കഴിഞ്ഞ് ആളുകളൊക്കെ ഒന്ന് ഒഴിഞ്ഞപ്പോഴേക്കും നേരം ഇശാബാങ്ക് കൊടുത്തിരുന്നു. കുളിച്ച് റെഡിയായി വന്നപ്പോഴാണ് സജീർ വന്നിട്ടുണ്ടെന്ന് ഉമ്മ പറഞ്ഞത്. മുറ്റത്തേക്ക് വലിച്ചിട്ട കസേരയിൽ ഇരുന്ന് അവനോട് സംസാരിക്കാനിരുന്നപ്പോൾ അവൻ വന്നിരിക്കുന്നത് മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനായിരുന്നു. അവൻ്റെ ആദ്യത്തെ കല്യാണം കഴിഞ്ഞ സമയത്ത് ചെയ്യാൻ മറന്ന ഒരു കാര്യം കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കാൻ ഇടയായിട്ടുണ്ടാവുക എന്നാണ് അവൻ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അവൻ പറഞ്ഞപ്പോഴാണ് ഷാഫിയും അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. സന്തോഷം നിറഞ്ഞ ദാമ്പത്യത്തിൻ്റെയും ഖൈറിനും ആദ്യത്തെ ദിവസം മണിയറയിൽ വെച്ച് ഭാര്യയും ഭർത്താവും തലയിൽ കൈവച്ച് പരസ്പരം ചൊല്ലേണ്ട ദിക്റിനെക്കുറിച്ച് പറയാനാണ് സജീർ ആ സമയത്ത് വന്നിരിക്കുന്നത്. ഷാഫിക്കതിൽ അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം ഞങ്ങൾ അങ്ങനെ ജീവിക്കുന്നവരാണ്. ഓരോ നിമിഷവും കണ്ടറിഞ്ഞ് പരസ്പരം മനസ്സിലാക്കുന്നവരും സഹായിക്കുന്നവരുമാണ്. ചൊല്ലാനുള്ളത് എഴുതിക്കൊണ്ട് വന്ന പേപ്പർ സജീർ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കി ഷാഫിക്ക് കൈമാറി. ഷാഫി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനിതൊക്കെ പണ്ട് നമ്മൾ ദർസിൽ പോയപ്പോൾ കാണാതെ പഠിച്ചതാണ്. അതൊക്കെ ഇപ്പോൾ ഓർമ്മയില്ല, ഒക്കെ മറന്നുകണ്. എന്തായാലും ഇത് കൊണ്ടുവന്നത് നന്നായി, ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് അവൻ കുറച്ച് നേരം സജീറിനോട് സംസാരിച്ചിരുന്നു. കൂടുതൽ വൈകാതെ സജീർ പോയതും ഷാഫി അകത്തേക്ക് ചെന്നു. നമസ്കാരം കഴിഞ്ഞ ശേഷം ഉപ്പയുടെയും ജ്യേഷ്ഠന്മാരുടെയും കൂടെ ഭക്ഷണം കഴിച്ചിരിക്കുമ്പോൾ ഉപ്പ പതുക്കെ പറഞ്ഞു, ഷാഫി, ഞാൻ അന്ന് പറഞ്ഞപ്പോൾ നീ ഏത് കാര്യമാക്കി എടുത്തില്ല. ഇപ്പോൾ അത് ശരിയായിട്ടുണ്ട്. ഉപ്പ പറയുന്നത് എന്താണെന്നറിയാൻ ഉപ്പയുടെ മുഖത്തേക്ക് നോക്കിയ ഷാഫി ജ്യേഷ്ഠന്മാരോടും ഉപ്പ ശബ്ദം കുറച്ച് പറയാൻ തുടങ്ങി. മറുപടി കേൾക്കാനായി തന്നെ മാത്രം നോക്കിയിരിക്കുന്ന മക്കളെ നോക്കി ഉപ്പ പറഞ്ഞു തുടങ്ങി. ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പറയാൻ പാടില്ലെന്നാണ്. പക്ഷേ നിങ്ങളെല്ലാവരും ഇവിടെയുള്ളപ്പോൾ പറയുകയാണെന്ന് മാത്രം. സീരിയസായി കാര്യമൊന്നുമല്ല. 10 പവൻ മഹർ നമ്മൾ നൽകിയിട്ടുണ്ട്. ഷാഫി പറഞ്ഞതിനനുസരിച്ച് അവരോടൊന്നും നമ്മൾ ചോദിക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല. കുട്ടിക്ക് കാര്യമായി ഒന്നുമില്ലെന്നാണ് ഉമ്മ പറഞ്ഞത്. കഷ്ടിച്ച് ഒരു 15 പവൻ അവൾ അണിഞ്ഞത് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ ഫാൻസിയാണത്രേ. ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതാണ്, കിട്ടിയില്ലെങ്കിലും വെറുതെ ചോദിക്കാമെന്ന്. ഇല്ലാത്ത കൂട്ടരായിരുന്നെങ്കിൽ നിന്നോടൊന്നും പറയില്ലായിരുന്നു. ഇതിപ്പോൾ എനിക്കെന്തോ പോലെ മോനെ, അതാണ് ഞാൻ പറഞ്ഞത്. ഷാഫി, നിനക്ക് ഒന്നും വേണ്ടെന്നറിയാം. എന്നാലും അവർ നമ്മളോടൊരു മര്യാദയൊക്കെ കാണിക്കണ്ടേ? ഇവിടെ ആബിദയുടെ കാര്യം ഒന്ന് നോക്കാം. മിഠായി കൊടുക്കലിന് കിട്ടിയ പണ്ടടക്കം 16 പവനാണ് അവൾക്ക് നൽകിയത്. എന്നിട്ട് അവളുടെ അമ്മോഷൻ ഒന്നും കുട്ടിക്ക് നൽകരുത് എന്ന് പറഞ്ഞിട്ടും നമ്മൾ അവൾക്ക് നൽകിയതൊക്കെ എല്ലാവരും അറിയുന്നതല്ലേ. അതൊക്കെ ഒരു മര്യാദയാണ്. ഇവിടെയുള്ളവർക്ക് അവരുടെ കുട്ടിയെ സ്വർണം എടുത്ത് ബിസിനസ് ചെയ്യാനോ മറ്റുള്ള ആവശ്യങ്ങൾക്ക് എടുക്കാനോ അല്ല. അത്യാവശ്യം വരുമ്പോൾ മകൾക്കും മരുമകനും ഉപയോഗിക്കാമല്ലോ എന്നവർ ചിന്തിച്ചില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ അവരുടെ ആദ്യത്തെ കുട്ടികളെയൊക്കെ കെട്ടിച്ചപ്പോൾ നല്ലോണം കൊടുത്തിട്ടുണ്ട് അത്രേ. ഞാനും എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ അവർ കണ്ടറിഞ്ഞ് കൊടുക്കുമെന്ന് കരുതി അതുകൊണ്ട് മനസ്സിലുള്ളത് പറഞ്ഞതാ. അതൊരു പ്രശ്നമാക്കാൻ പറഞ്ഞതും അല്ല കേട്ടോ. നമുക്ക് അവരോടത് ആവശ്യമൊന്നുമില്ല. പിന്നെ പുറത്താരോടും ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്യരുത് ആരും. ഉപ്പ പറഞ്ഞു നിർത്തിയപ്പോൾ മൂത്ത ജ്യേഷ്ഠൻ പറഞ്ഞു, ഇവനെ വേണ്ടാന്ന് പറഞ്ഞിട്ടാവും അവർ കൊടുക്കാത്തത്. പിന്നെ പല പരിപാടികളും നമ്മൾ വേണ്ടെന്ന് വെച്ചില്ലേ, അതിൻ്റെയൊക്കെ പരിഭവം ഉണ്ടാവും. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞാൽ കുട്ടിയെ അടങ്ങാറാക്കണ്ട. ആ വിഷയം എല്ലാവരും വിട്ടേക്ക്. എല്ലാം കേട്ടിരിക്കുന്ന ഷാഫി സത്യം പറഞ്ഞാൽ അവൻ്റെ വിവാഹത്തിൻ്റെ തലേ ദിവസവും പിറ്റേന്ന് നടത്തിയ കാട്ടിക്കുട്ടലുകൾ അറിഞ്ഞപ്പോൾ ആവശ്യമില്ലെങ്കിലും അവരോട് ഗോൾഡ് അല്പം കൂടുതൽ ചോദിച്ചു വാങ്ങിയാൽ മതിയായിരുന്നു എന്ന് അവനക്ക് തോന്നി. എല്ലാവരും നമ്മളെപ്പോലെ ചിന്തിക്കില്ല ഉപ്പ. നമ്മൾ നല്ല നിയത്തോടെ വേണ്ടെന്ന് പറഞ്ഞത്, അപ്പോൾ നമ്മളിനി ഈ വിഷയം പറയുന്നത് ശരിയല്ലല്ലോ. ഉപ്പ ഷാഫിയൊന്ന് നോക്കിയെന്നല്ലാതെ മറുപടിയൊന്നും പിന്നീട് പറഞ്ഞില്ല. ഭക്ഷണം കഴിക്കുമ്പോഴും ഉപ്പ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എന്തൊക്കെ മനസ്സിനൊരു പുലത്തക്കോട് പോലെ തോന്നി ഷാഫിക്ക്. ഉപ്പ പറഞ്ഞതിലും കാര്യമല്ലേ, അവർ നമ്മളെ എത്ര ചെറുതായി കണ്ടോ എന്നൊരു തോന്നൽ. ഒരു നെടുവീർപ്പിലൊതുക്കി ഇനി ഒരു കാര്യവുമില്ലാത്ത ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാതെ ആദ്യ രാത്രിയുടെ നിമിഷങ്ങളിലേക്ക് പെയ്തിറങ്ങാൻ ഷാഫി റൂമിലേക്ക് ചെന്നു. സുഹൃത്തുക്കൾ വളരെ മനോഹരമായി ഒരുക്കിയ മണിയറ അപ്പോഴാണ് ഷാഫി നോക്കിക്കാണുന്നത്. ഇതുവരെ കല്യാണപ്പയ്യൻ്റെ മാനസികാവസ്ഥയിലായിരുന്നു. എല്ലാം എത്ര പെട്ടെന്നാണ് കഴിഞ്ഞത്. ആളും ബഹളവും എല്ലാം പെയ്തു തോർന്നിരിക്കുന്നു. ദുനിയാവ് അങ്ങനെയാണ്. വിധിച്ചിട്ടുള്ള ഓരോ നിമിഷം എല്ലാവർക്കും നൽകുക തന്നെ ചെയ്യും. നമ്മളിങ്ങനെ ഉണർന്നിരുന്നാൽ മാത്രം മതി. പെണ്ണ് കിട്ടാത്ത സങ്കടങ്ങളിൽ നിന്നും ഷാഫി എത്ര പെട്ടെന്നാണ് കല്യാണമാണെന്ന് ആളുകൾ പറഞ്ഞതും എൻ്റെ വീട്ടിൽ വന്നതും ഇരുന്നതും ഭക്ഷണം കഴിച്ചതും ഞാൻ പുതിയാപ്പിളായി ഒരുങ്ങിയതും ഒരു പെണ്ണിനെ സ്വന്താക്കിയതും. പഠിച്ചോൻ്റെ ദുനിയാവിലെ അവൻ്റെ പടപ്പുകൾ നടന്നെത്തേണ്ട എല്ലാ വഴികളിലൂടെയും അവർ നടക്കുക തന്നെ ചെയ്യും. എന്നിട്ട് മാത്രമേ എല്ലാവരും മടങ്ങിപ്പോളൂ. അത് പഠിച്ചോൻ്റെ വിധിയാണ്.
മണിയറയിലെത്തി മണിയറയുടെ മണവും ആസ്വദിച്ച് ബെഡിൽ എങ്ങനെ കിടന്നു. മനസ്സ് സഞ്ചരിച്ചു പോയ മനോഹരമായ ചിന്തകളിൽ നിന്നും പെട്ടെന്നുണർന്നത് അവൾ റൂമിനകത്തുള്ള ബാത്റൂമിൽ നിന്നും കുളിക്കുന്നത് കേട്ടായിരുന്നു. അവൾ കുളിച്ചൊക്കെ വരട്ടെ, കുറേ നേരം സംസാരിച്ചിരിക്കണം എന്നൊക്കെ ഷാഫി മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ വാതിലടക്കാൻ ഒരുങ്ങുമ്പോഴാണ് പെങ്ങൾ റഹീമ അങ്ങോട്ട് വന്നത്. അവനോട് മേലേക്ക് വരാൻ ആംഗ്യം കാണിച്ചു. കാര്യം എന്തെന്നറിയാൻ അവളുടെ കൂടെ ചെന്ന് വീടിൻ്റെ മുകളിലുള്ള ബാൽക്കണിയിലെത്തിയതും, എന്താ റഹീമ, നിനക്കെന്തോ പറയാണ്ടല്ലോ? ഇക്കാക്കാൻ്റെ വിശേഷം വല്ലതാണെങ്കിൽ രാവിലെ പറയാം, അപ്പം എന്നെ വിട്ടേക്ക്. അവൾ ചുറ്റും നോക്കി പറഞ്ഞു. അതൊന്നല്ല കുരുപ്പേ, എൻ്റെ പെണ്ണുങ്ങളെക്കുറിച്ച് എനിക്ക് ചിലത് പറയാണ്ട്. അവൾക്ക് എന്തൊരു ജാടയാണ്. ചോദിക്കുന്നതൊക്കെ മറുപടി കേട്ടാൽ ഇപ്പോൾ തന്നെ ഇവിടെ നിന്നും ഇറക്കി വിടാൻ തോന്നും. അതിനിപ്പോൾ എന്തുണ്ടായി? അവൾ എന്തെങ്കിലും എന്നോട് പറഞ്ഞോ? എന്നോട് പറഞ്ഞില്ല, ആബിദയോടും സുറുമിയോടും പറഞ്ഞു. എന്ത്? സത്യമാണോ? ആബിദ വെറുതെ വർത്താനങ്ങൾ പറയുന്നിടയ്ക്ക് പറഞ്ഞതാ. ഫെബി മിഠായി കൊടുക്കലിനും നിക്കാവും ഒന്നിച്ച് നടത്തിയ കാരണം കുട്ടികൾക്കൊന്നും അതിൻ്റെ രസം കിട്ടിയില്ല എന്ന്. അപ്പോൾ തന്നെ അവൾ പറയാണ്, ഇവിടെ ഉള്ളവർ ലാഭം നോക്കി ഓരോന്നും നടത്താനല്ലേ ഇഷ്ടം, പിന്നെ എങ്ങനെ ഈ രസമൊക്കെ കിട്ടണത് എന്ന്. ഉമ്മയും ഉണ്ടായിരുന്നു. അവളത് പറയുമ്പോൾ ഉമ്മാക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. മറുപടി പറയാൻ ഒരുങ്ങിയ ഉമ്മയെ നോക്കി സുറുമി കൈക്കൊണ്ട് വേണ്ടെന്ന് ആംഗ്യം കാണിച്ചത് കൊണ്ടാണ് പിന്നെ ഉമ്മ ഒന്നും പറയാതെ ഇരുന്നത്. സുറുമിത്തയോട് എന്താ പറഞ്ഞത് അവൾ വീട്ടുകാരെക്കുറിച്ച് ഓരോന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ മൂത്ത ഇത്താത്തയുടെ ഹസ്ബൻഡ് എന്താണ് ചെയ്യുന്നത് എന്ന് വെറുതെ ചോദിച്ചു. അതിനുള്ള മറുപടി അവൾ പറയാണ്, വന്ന് കയറിയപ്പോൾ തന്നെ എല്ലാവരും കൂടി എന്നെ റാഗിങ് ആണല്ലോ. ഇത്താത്തയുടെ ഹസ്ബൻഡ് എന്ത് ജോലി ചെയ്താലും നമുക്കെന്താ? ഇതൊക്കെ എന്തിനാ നിങ്ങളൊക്കെ അറിയണമെന്ന്. അതോടെ എല്ലാവരും ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തി. അല്ല, നീ പറ, ആ ചോദ്യങ്ങളൊന്നും ആരും ചോദിക്കില്ലേ? അതിലിപ്പോൾ എന്താണ് ഇത്ര കുഴപ്പം? ഒരുമാതിരി സ്വഭാവം എൻ്റെ വൈഫിന്. ഫസ്റ്റ് ഡേ തന്നെ എല്ലാവരെയും ചടപ്പിച്ചു. കാര്യങ്ങൾ മനസ്സിലാക്കിയ ഷാഫി പറഞ്ഞു, കാര്യമാക്കണ്ട, അതങ്ങനെ വളർന്ന ടൈപ്പാവും, നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. ഭർത്താവ് ഞാനല്ലേ, എൻ്റെ സ്വഭാവം ഇങ്ങനെയുള്ളവർക്ക് പറ്റിയ സ്വഭാവമാണെന്നറിയാമല്ലോ. വൈകാതെ എല്ലാം റെഡിയാവും, ഞാൻ ശരിയാക്കിയെടുക്കും. നമ്മൾ റെഡിയാക്കിയാലേ എല്ലാം റെഡിയാവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ റഹീമ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നടേശ കൊല്ലണ്ട കേട്ടോ. ആ സിനിമ ഡയലോഗ് വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഷാഫിയാണ് ഉപയോഗിക്കാറ്. പക്ഷേ ഇന്നവൾ അവഞ്ഞിട്ട് തന്നെ വെച്ചിരിക്കുന്നു. പുറമേക്ക് ചിരിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയ ഷാഫി റൂമിലേക്ക് ചെന്നപ്പോൾ അവൾ ബെഡിലിരിക്കുകയാണ്. വാതിലടച്ച ശേഷം അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ബാത്റൂമിൻ്റെ വാതിൽ മലർക്കെ തുറന്നിട്ടിരിക്കുന്നതാണ് കാണുന്നത്. ജീവിതത്തിൽ എല്ലാം ശ്രദ്ധയോടും അതോടുകൂടിയും ചെയ്യുന്ന ഷാഫിക്ക് പെട്ടെന്നത് കണ്ടപ്പോൾ അവളോട് അക്കാര്യം പറഞ്ഞ് ചടപ്പിക്കാൻ തോന്നിയെങ്കിലും സജീർ തന്ന ദിക്റ് ചൊല്ലലിലാണ് ഇപ്പോൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്നോർത്ത് അവളോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിസ്കാരമൊക്കെ കഴിഞ്ഞോ? അവൾ മറുപടിയായി, അങ്ങനെ വയ്യ നിസ്കരിക്കാൻ, നല്ല ക്ഷീണം, രാവിലെ നിൽക്കാൻ തുടങ്ങിയതാ. നിങ്ങൾ റൂമിലേക്ക് വരാൻ കാത്തു നിന്നാവുന്നു ഉറങ്ങാൻ. ഉറങ്ങല്ലേ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട്. അതെന്താ? എന്ത് കാര്യങ്ങൾ? അയ്യേ, അതൊന്നും വേണ്ട, അതൊക്കെ പിന്നെയാക്കാം. ഓ, അത് മാത്രമല്ലേ ഭാര്യയും ഭർത്താവും ചെയ്യുന്നതല്ലേ, പിന്നെന്താപ്പോൾ ഈ രാത്രി ചെയ്യലേ? നമുക്ക് ഇസ്ലാം പഠിപ്പിച്ച കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്യാണ്ട്. നല്ലൊരു ദാമ്പത്യം ഉണ്ടാകാൻ അതൊക്കെ ആദ്യത്തെ ദിവസം തന്നെ ചെയ്യണം. ഓ, അതാണോ? ഞാൻ വെറുതെ കൊതിച്ചു. ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എപ്പോഴൊന്നും ഉറങ്ങുക എന്ന് പറഞ്ഞ് നിസ്സാരമാക്കി തള്ളുന്നത് കണ്ടപ്പോൾ ക്ഷമ തെറ്റുന്നത് പുറത്തു കാണിക്കാതെ ഷാഫി ക്ഷമയോടെ അവളോട് പറഞ്ഞു, നീ ആ തട്ടൊന്നിട്ട് എന്നിട്ട് എൻ്റെ മുന്നിലിരിക്കെ, ഞാൻ നിൻ്റെ തലയിൽ കൈവച്ച് ഈ ദിക്ർ ചൊല്ലട്ടെ. അതിനുശേഷം നീ എൻ്റെ തലയിൽ കൈവച്ചും ചെല്ലണം കേട്ടോ, ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവൾ പൊട്ടിച്ചിരിച്ചു. അതോടെ ഷാഫിയുടെ അതുവരെ പിടിച്ചു നിന്ന ക്ഷമയുടെ കോട്ടവാതിൽ തകർന്നു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അസ്സലാമു അലൈക്കും.